നീതേട്ടൻ്റെ കൂടെ ഹൃദയം സംഭവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു 20-25 ഇയേഴ്സ് ഓഫ് വർക്ക് ആയിരിക്കും ഒരു പക്ഷേ. ദർശനയില് ദർശനാന്റെ വാക്ക്, ആരാധ്യയിൽ ആരാധ്യന്റെ വാക്ക്, ഇപ്പം നാറോജ നുവയില് മണിരത്നം സാറിന്റെ ഫിലിമിന്റെ പേരുകൾ വെച്ചിട്ട് ചെയ്തു. ഇപ്പൊ വാ വാ കണ്ണമ്മ എന്ന് പറഞ്ഞ വൺസ് മോർ എന്ന ട്രാക്ക്. അപ്പം ഈ വാക്കുകളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. എനിക്കിപ്പം ഇതേവരെ ഞാനങ്ങനെ ഒരു സിംഗിൾ ഒരു പർട്ടിക്കുലർ ലിറിസിസ്റ്റായിട്ട് ഒരുപാട് വർക്ക് ചെയ്തൊരു ഹിസ്റ്ററി എനിക്കില്ല. ഞാൻ എല്ലാ ലിറിസിസ്റ്റുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഐ തിങ്ക് എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടം തിരുമേനിയുടെ കൂടെയാണ്. അതിലൊരു സോങ് പൊട്ടുതൊട്ട് പൗർണമിയായിരുന്നു. അപ്പോൾ നമ്മൾ തുർക്കിയിൽ പോയി, ഞാനും വിനീതേട്ടനും തുർക്കിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പല സോങ്ങിനും. ദർശന, മനസ്സേ. വെറുതെ ഇരിക്കുന്നവരെ കല്യാണം കഴിപ്പിക്കാൻ തോന്നുന്ന രണ്ട് പാട്ടുണ്ടോ? പൊട്ട് തൊട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. 9 എന്റെ വോയിസ് ഡെമോ CD ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ വോയിസ് ഡെമോ CD കേട്ടിട്ട് വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ട് ഞാൻ ഡെമോ ടെസ്റ്റിന് വേണ്ടി ചെന്നൈ പോയ കഥയുണ്ട്. റഹ്മാൻ സാറിനും ഞാൻ പോയി വോയിസ് ടെസ്റ്റ് ചെയ്ത കഥയുണ്ട്. നമ്മള് വേറൊരാളെയും കൂടെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നമ്മളെ ഹാപ്പി ആക്കിയാൽ മതി, നമ്മുടെ സന്തോഷം നോക്കിയാൽ മതി. പക്ഷെ സിനിമയിൽ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് കൊണ്ട് വേറൊരു ടെക്നീഷ്യൻ ഭയങ്കരമായി ഹാപ്പി ആവുന്നതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ക്യൂ സ്റ്റുഡിയോ സോങ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ ലോങ് അവൈറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗസ്റ്റാണ് ഹിഷാം അബ്ദുൽ വഹാബ്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. വളരെ സന്തോഷം എനിക്ക് കാണാനും സംസാരിക്കാനും പറ്റിയത്. എൻ്റെ ഒരു പേഴ്സണൽ വിക്ടറി ആയിട്ട് ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നു. എത്ര വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പം ഈ നമ്മൾ കാണുന്ന ഈ സക്സസ്സും ഈ കാണുന്ന ഫെയിമിനൊക്കെ അപ്പുറത്തേക്കൊരു ഹിഷാം ഉണ്ടായിരുന്നു കാണുമല്ലോ. എത്ര വർഷത്തെ ഒരു വെയിറ്റ് ആണിത്? ഞാൻ ഒരു 3rd സ്റ്റാൻഡേർഡിലാണ് പാടാൻ തുടങ്ങിയത്. 3ാം ക്ലാസ് തൊട്ട് സ്കൂൾ ആനുവൽ ഫെസ്റ്റിവൽസിന് പാടാൻ തുടങ്ങി. അങ്ങനെ പിയാനോ ക്ലാസ്സിന് ചേർന്നു. സൗദിയിലാണ് ഞാൻ ജീവിച്ചതൊക്കെ, റിയാദിൽ. അങ്ങനെ പിയാനോയിൽ നിന്നും പതുക്കെ പിയാനോയിൽ തന്നെ ട്യൂൺസ് കമ്പോസ് ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. അങ്ങനെ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് മ്യൂസിക് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. അതില്ലാതെ ഒരു ഓപ്ഷൻ എനിക്കില്ല. അതിനുശേഷം സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ജേർണിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സബ് കോൺഷ്യസ്ലി എനിക്ക് കമ്പോസിങ്ങിനോടും ട്യൂൺസ് ക്രിയേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനോട് ഭയങ്കര ഒരു കൊതി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അപ്പം ഉറക്കമൊക്കെ കുറഞ്ഞു, രാത്രിയൊക്കെ ഇരുന്ന് കമ്പോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷേ ആ ഒരു ടൈമിലായിരിക്കും എനിക്ക് കമ്പോസർ ആവണം എന്നുള്ളൊരു മ്യൂസീഷ്യൻ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഉറച്ചത്. പിന്നെ സാമി യൂസഫ്, എൻ്റെ ഗുരു സാമി യൂസഫിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്തായാലും നാട്ടിൽ വന്ന് ഐ വോണ്ട് ടു ബിക്കം എ ഫുൾ ടൈം മ്യൂസിക് കമ്പോസർ എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പിന്നെ 2014 സോൾട്ട് മാംഗോ ട്രീ ഫിലിം സംഭവിക്കുന്നു. വിനീതേട്ടൻ്റെ കൂടെ ഹൃദയം സംഭവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു 20-25 ഇയേഴ്സ് ഓഫ് വർക്ക് ആയിരിക്കും ഒരു പക്ഷേ. എനിക്ക് മ്യൂസിക് ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മ്യൂസിക് ഇല്ലാത്തൊരു സ്പേസ് എനിക്ക് ഭയങ്കര ഡെഡ് സൈലൻസ് ആണ് ആക്ച്വലി. മ്യൂസിക് ഇല്ലാത്തൊരു സ്പേസ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ ആക്ടിവിറ്റി ചെയ്യണം എന്നറിയില്ല. ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ജേർണി. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ ജേർണിയിൽ ചേട്ടൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരാള് വിനീതേട്ടനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ബട്ട് അതർ ദാൻ ദാറ്റ്, ഗുരുക്കന്മാര്, പാർട്ട്ണർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ മൊമെന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഡെഫിനറ്റ്ലി എൻ്റെ വൈഫ് ഐഷ, അവളുടെ സപ്പോർട്ട് അത് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ടച്ച് വുഡ്, അങ്ങനത്തെ ഒരു ബെറ്റർ ഹാഫിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. അപ്പം വി ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. കഴിയുന്നതും എന്താണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഷീ സപ്പോർട്ട്സ് മീ വെരി വെൽ. അതുപോലെ എൻ്റെ പേരൻസ്, ഫാദർ, മദർ, അവർ ചെറുപ്പം തൊട്ടേ എന്നെ പുഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് അവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അത്ത, ഉമ്മ, അനിയൻ,
അപ്പം ഇവരോടൊക്കെ എനിക്ക് എപ്പോഴും കടപ്പാടുണ്ട്. അതുപോലെ എൻ്റെ ഗുരു സാമി യൂസഫ് സാറിനോട് എനിക്ക് നന്ദി പറയണം. കാരണം പുള്ളി പഠിപ്പിച്ച കുറേ പാഠങ്ങളിൽ നിന്നാണ് എനിക്ക് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നിന്ന് മാത്രമല്ല ഇവിടെ നിന്ന് മാറി പല ഭാഷകളിലും പോയി എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ പുള്ളീൻ്റെ ഒരു ട്യൂട്ടർഷിപ്പ് കൊണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ, അതുപോലെ എനിക്ക് എൻ്റെ ഇപ്പം ഞാൻ വന്നത് മലയാള സിനിമയിൽ വന്നത് ഞാനൊരു ഗായകനായിട്ടാണ്, പ്ലേ ബാക്ക് സിംഗിങ്ങിലൂടെയാണ് വന്നത്. അപ്പം അങ്ങനെ നോക്കുന്നത് എനിക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിൽ അവസരം തന്ന എല്ലാ മ്യൂസിക് കമ്പോസറോടും എനിക്ക് നന്ദി പറയണം. കാരണം അതൊക്കെ പല ഘട്ടങ്ങളിലും എനിക്കതൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഐഷാൻ്റെ ഫാമിലി ആണെങ്കിലും അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ് എപ്പോഴും. ഓക്കെ, ചേട്ടൻ ഇപ്പോൾ രണ്ടിലധികം റോള് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ 2 റോള് ചോദിക്കാം. ഒന്ന് മ്യൂസീഷ്യൻ എന്ന നിലയ്ക്കും, മീൻസ് മ്യൂസിക് കമ്പോസർ എന്ന നിലയ്ക്കും, സിംഗർ എന്ന നിലയ്ക്കും 2 റോള് പെർഫോം ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഇത് രണ്ടിൻ്റെ മോണിറ്റൈസേഷൻ ഏത് രീതിക്കാണ് നടക്കുന്നത്? ഇപ്പോൾ ഒരു സിംഗറിൻ്റെ ഒരു മ്യൂസീഷ്യൻ്റെ ഇത് പൈസ കിട്ടുന്ന വഴി റിവീൽ ചെയ്യണം എന്നല്ല, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ വാല്യൂനനുസരിച്ചിട്ടാണ് ഐ തിങ്ക് എവറിത്തിങ് കംസ്. ഇപ്പം നമുക്കൊരു വർക്ക് വരുന്നതും, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നമുക്കൊരു വർക്ക് വരുന്നതും ആ വർക്കിനനുസരിച്ചിട്ട് നമ്മളെ അടയാളപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഈ മണി എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ഐ തിങ്ക് ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. അതൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയില്ലേ, ഡിമാൻഡിനനുസരിച്ചിട്ടാണ് യു ക്യാൻ ചാർജ് യുവർ സെൽഫ്. എനിക്കെപ്പോഴും അതിലൊരു ഭയങ്കര വിശ്വാസമുള്ളതാണ്. ഞാൻ അങ്ങനെ ഇന്ന ഒരു ചാർജിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനും അല്ല. ഐ എം ഓൾവേസ് ഫ്ലെക്സിബിൾ. അപ്പോൾ അത് ഒരു ഫിലിമിന് കമ്പോസ് ചെയ്യാനാണെങ്കിലും പാടാനാണെങ്കിലും ഐ ഓൾവേസ് ലുക്ക് വിത്ത് ഏത് ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മ്യൂസിക് കമ്പോസിങ് ആണ് എൻ്റെ അന്നം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ ജോലി. വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും എൻ്റെ മ്യൂസിക് കമ്പോസിങ് വർക്കിലൂടെയാണ്. സിംഗിങ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഫോർ മീ. കാരണം ഞാൻ കമ്പോസ് ചെയ്യുന്ന വർക്കുകളിലും ഞാൻ പാടാറുണ്ട്, മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയും പാടാറുണ്ട്. അപ്പം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം എപ്പോഴും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അത് മാത്രമല്ല എൻ്റെ ഒരു മോണിറ്ററി സോഴ്സ്. ഡെഫിനറ്റ്ലി മ്യൂസിക് കമ്പോസിങ് ഉണ്ട്. പിന്നെ നമുക്ക് അക്കാഡമി ഉണ്ടായിരുന്നു, മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പല രീതികളിലും എന്താ പറയുക, മ്യൂസിക്കിൽ നിന്നുമുള്ള ഒരു ഫിനാൻഷ്യൽ സോഴ്സ് വരുന്നുണ്ടായിരുന്നു. ചേട്ടാ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു വലിയ സംശയം എന്ന് പറഞ്ഞാൽ സീരീസിന് വേണ്ടിയിട്ടും സിനിമയ്ക്ക് വേണ്ടിയിട്ടും ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൽ ഒരുപാട് പേര് ഒന്നിച്ച് ഒരേ ഇമോഷൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും ഒരു ചെറിയൊരു മൊബൈൽ സ്ക്രീനിലേക്ക് ആ സൗണ്ട് മാറി സീരീസിലേക്കുള്ള സൗണ്ട് റെക്കോർഡിങ്ങും അതിന് ചൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ തമ്മിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ആസ് എ കമ്പോസർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൾ നിലയ്ക്ക് കൊണ്ടുവരാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന, ഞാൻ ഒരിപ്പം കേരള ക്രൈം ഫയൽസ് ചെയ്തിട്ടുണ്ട്, അപ്പം ഹൃദയം സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെലുഗു സിനിമ മ്യൂസിക് ചെയ്യുമ്പോഴോ തമിഴ് സിനിമ മ്യൂസിക് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. കാരണം സിനിമ ഇസ് വെൻ ലോട്ട് ഓഫ് പീപ്പിൾ കം ടു എ ഹോൾ ആൻഡ് വാച്ച് ദ ഫിലിം. ആ എക്സ്പീരിയൻസിനാണ് നമ്മൾ സിനിമ ഹാൾ അല്ലെങ്കിൽ സിനിമ എന്ന് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള സോഴ്സുകളൊക്കെ ഔട്ട് ഓഫ് കൺവീനിയൻസിൽ ഉണ്ടായ കാര്യങ്ങളാണ്. ഇപ്പോൾ OTT ആണെങ്കിലും ഫോണിലിരുന്നൊരു സിനിമ കാണുന്നത്, ഇത് ഇറ്റ്സ് ഔട്ട് ഓഫ് കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഞാൻ രണ്ടും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ TVൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സീരീസ് ഇപ്പം വന്നിട്ടുണ്ട്. അതിനിപ്പം അപ്പോൾ അത് നമുക്ക് തിയേറ്ററിൽ അവൈലബിൾ അല്ല. യു ഹാവ് ടു വാച്ച് ഇറ്റ് ഇൻ ദാറ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെയുള്ള ചിലതൊക്കെ അതിന് വേണ്ടിയിട്ട് ക്യൂറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ഡോൾബി സറൗണ്ടിലായിരിക്കും ചെയ്യുന്ന പല ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് വർക്ക് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ തിയേറ്ററിൽ സാധ്യമായെന്ന് വരില്ല. അപ്പം ഐ തിങ്ക് രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. ബട്ട് ഐ ആം ഓൾവേസ് എ സിനിമ പേഴ്സൺ. എനിക്ക് എപ്പോഴും തിയേറ്ററിൽ പോയി സിനിമ എൻജോയ് ചെയ്യാം. തീർച്ചയായിട്ടും. ഈ പല ഭാഷകളിൽ കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മ്യൂസിക് ഒരൊറ്റ ലാംഗ്വേജ് ആയിട്ട് എല്ലായിടത്തും സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ദ തിങ് ഇസ്, നമ്മൾ ഇപ്പോൾ മാമൻ സിനിമയിലെ പാട്ടിന് ഭയങ്കരമായൊരു തമിഴ് കോറുണ്ട്, പ്രത്യേകിച്ച് അതിൽ മറ്റേ വളകാപ്പ് സീൻസിൻ്റെ ഒക്കെ
അപ്പ വെക്കലല്ലേ എന്നൊക്കെ പറയുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അപ്പൊ ഈ നമ്മളെ കഥ നടക്കുന്ന പ്ലേസും ആ പെർട്ടിക്കുലർ ലാൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ലാൻഡിനെ കൂടെ പരിഗണിച്ചിട്ട് ചേട്ടൻ അത് ട്യൂക്ക് ചെയ്യാറുണ്ടോ മ്യൂസിക്? അങ്ങനെ തന്നെയാണ് അതിലെ മിക്ക പാട്ടുകളും ചെയ്തിട്ടുള്ളത്. കാരണം ആ സിനിമ എനിക്ക് വരുന്നത് എനിക്കൊന്ന് ഷൂട്ടിനൊരു 2 ദിവസം മുമ്പാണ് ആ പ്രോജക്റ്റ് എനിക്ക് വരുന്നത്. ആക്ച്വലി എൻ്റെ ഡെബ്യൂ വൺസ് മോർ എന്ന് പറഞ്ഞ സിനിമയാണ് അർജുൻ ദാസിൻ്റെ. അത് ഇതുവരെ റിലീസായിട്ടില്ല, നെക്സ്റ്റ് മന്തിനാണ് റിലീസ്. അപ്പം കോയിൻസിഡൻ്റലി ആണ് ഈ സിനിമ സംഭവിക്കുന്നത്. അങ്ങനെ ഈ സിനിമ തിരുച്ചിയിലാണ് മിക്ക ഫുൾ ഷെഡ്യൂൾ ഷൂട്ട് തിരുച്ചിയിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സൂര്യ സാറിൻ്റെ ടീം കോണ്ടാക്ട് ചെയ്തു. ഞാൻ തിരുച്ചിയിൽ പോയി. അങ്ങനെ ഒരു 2-3 തവണ തിരുച്ചി പോയി അവരുടെ ഷൂട്ടിംഗ് സെറ്റൊക്കെ കണ്ട്. അവിടെ ഒരു കംപ്ലീറ്റ്ലി വേറെ കൾച്ചറാണ്. ഡയറക്ടറും അവിടെയുള്ള ആളാണ്, പ്രശാന്ത് സാറ്. അങ്ങനെ പ്രശാന്ത് സാറിൻ്റെ കൂടെ കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ള പാട്ടാണ് വേണ്ടത്, എന്ത് തരത്തിലുള്ള സോങ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഒന്ന് ക്രാക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഒന്ന് കിട്ടാൻ വേണ്ടി അത് കിട്ടിയപ്പോൾ then I think we were in the same boat. നമുക്ക് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പം ഐ തിങ്ക് ദാറ്റ് സിനിമ ഈസ് ഓൾവേസ്, പല എക്സ്പീരിയൻസുകളാൽ ആ സിനിമ എപ്പോഴും എനിക്ക് ക്ലോസ് ആണ്. നമ്മുടെ ഹൃദയത്തിലെ പൊട്ടുതൊട്ട പൗർണമിയുടെ അതേ മ്യൂസിക് അല്ല കണ്ണാലെ പേസുമാരി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇവര് ഈ പൊട്ടുതൊട്ട പൗർണമി സോങ് വെച്ചിട്ടാണ് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം ലേബിളും സെയിം ആണ്, തിങ്ക് ആണ്, സെയിം ലേബിളാണ്. അപ്പം ഇവർ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ സോങ് ആണ് എനിക്ക് റെഫറൻസ് ആയിരുന്നത്, ഇതുപോലെ ഒരു സോങ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡെഫിനറ്റ്ലി ഒരു 2-3 സോങ് ഒക്കെ ചെയ്തു, വേറെ എക്സ്ട്രാ ഓപ്ഷനൊക്കെ ചെയ്തു. ആൻഡ് വി കുഡ് ഹാവ് മെയ്ഡ് ന്യൂ സോങ്. ആക്ച്വലി എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. ഒരു പുതിയൊരു ഫ്രഷ് സോങ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസവും പാട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഫോർ സം റീസൺ ആ സോങ്ങും ആ വിഷ്വൽസും ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ഈ സോങ് യൂസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു അത് തിങ്കിൻ്റെ അവരോട് ചോദിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ. അവരാണ് ദേ ഓൺ ദ റൈറ്റ്സ്. അങ്ങനെ തിങ്കിൻ്റെ സന്തോഷ് ജി പറഞ്ഞു ലെറ്റ്സ് ട്രൈ ഹിഷാം, ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ദെൻ ഐ ഓൾസോ വാസ് ഹാപ്പി. അങ്ങനെയാണ് പിന്നെ ഞാൻ വിനീതേട്ടനെ ഒന്ന് വിളിച്ചു, വിശാഖേട്ടനെ വിളിച്ചു, വിനീതേട്ടനെ വിളിച്ചു. പിന്നെ വിനീതേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം വിനീതേട്ടൻ പറഞ്ഞു ഹിഷാമെ കുഴപ്പമില്ല, നീ വിശാഖിനോടൊന്ന് പറഞ്ഞേക്ക്. അങ്ങനെ ദേ ഓൾസോ വെയർ ഹാപ്പി. പക്ഷെ അത് വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ അത് പക്ഷെ ഫുൾ ഫീമെയിൽ ആയിരുന്നു. ശ്വേത ആണ് പാടിയത്. അങ്ങനെ ശ്വേതാനെ കൊണ്ട് ആ ട്രാക്ക് പാടിപ്പിച്ചു. എനിക്ക് ഹിഷാം അബ്ദുൽ വഹാബിനെ ആലോചിക്കുമ്പോൾ 2 പാട്ടുകൾ ആദ്യം മനസ്സിൽ വരുന്നത്. ഒന്ന് കാറ്റുമ്മേൽ അഞ്ചാറ്. എനിക്കതൊരു വെക്കേഷൻ പാട്ടാണ്. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൂടെയാണ് ഇപ്പോഴും. അപ്പൊ എനിക്കതൊരു പുതിയ അനുഭവം ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ ഈ പുറത്ത് വളർന്ന ഒരാള്, ഞാനൊരു ഫ്രണ്ടിനെ ഇയർഫോൺ വെച്ചിട്ട് ആ പോർഷൻ കേൾപ്പിച്ചു കൊടുത്തു. എനിക്കപ്പം ആ കൊട്ട് വരുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തവില്. അപ്പം പറഞ്ഞു ഇതേതോ പെർക്കഷൻ എന്തോ യൂസ് ചെയ്തിരിക്കുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ പുറത്ത് വളർന്ന ഒരാള് ഈ പൂരക്കളി ആടി എന്നൊക്കെ വരുന്ന പോർഷനിലകത്ത് അവരിന്റെ യൂസേജ് വാസ് വെരി ഗുഡ്. അപ്പോൾ അതെങ്ങനെയാ പുറത്ത് വളർന്ന ഒരാളെ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുകയും ആ മ്യൂസിക് ആഡ് ചെയ്യും, ആ വരിക്ക് ഇത്രയും സ്യൂട്ടായിട്ടുള്ള ഒരു സോള് കൊണ്ടുവരുന്നത് എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പാട്ടൊക്കെ കൂടുതലും ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടായിരിക്കും ഞാൻ കമ്പോസ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തൊരു ഭയങ്കര വൾണറബിൾ ആയിട്ടൊരു മ്യൂസീഷ്യൻ ആയിരുന്നു ഞാൻ. അതായത് എന്ത് ഇൻസ്ട്രുമെന്റിലും എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. ഞാനൊരു എക്സ്പ്ലോറേഷൻ മോഡിലാണ്. എന്ത് സൗണ്ട് കേൾക്കുമ്പോഴും അടിപൊളി. അതായത് പണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ വായിക്കുന്ന മ്യൂസീഷ്യൻസിന് അറിയാം, ഞാൻ 2015 ഇപ്പോൾ ഒരു ഫ്ലൂട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ട്രാക്ക് മൊത്തം ഫ്ലൂട്ട് റെക്കോർഡ് ചെയ്യും, ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും. കാരണം അതെൻ്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതേ ഫ്ലൂട്ടിസ്റ്റ് വന്ന് റെക്കോർഡ് ചെയ്യുമ്പം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ അതെനിക്ക് തോന്നുന്നൊരു മ്യൂസീഷ്യൻ്റെ എൻ്റെ മ്യൂസീഷ്യൻ എന്ന് പറയുന്ന ഒരാളുടെ മെച്യൂരിറ്റി ആയിരിക്കും. ചിലപ്പം എന്താണോ വേണ്ടത് അത് എടുക്കുക എന്നുള്ള, അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള. അന്ന് എനിക്ക് തവൽ എന്ന് പറഞ്ഞ സൗണ്ട് എൻ്റെ ഭയങ്കര ഇപ്പോഴും യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോഴും കണ്ണമ്മ വാക്കണ്ണമ്മയിലൊക്കെ തവലുണ്ട്. അപ്പം അത് കേൾക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വല്ലാത്തൊരു ലാർജർ ദാൻ ലൈഫ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് യൂസ് ചെയ്തത്. പക്ഷെ അത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ അനഘ പറഞ്ഞ പോലെ അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണെന്നും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത് പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് മ്യൂസിക്കിന്റെ ഒരു പവറാണ്.
മറ്റേ നമ്മുടെ വിദ്യാജിയുടെ ആറാട്ടുമേളം പാട്ടുണ്ടല്ലോ, അതിൽ ആ സാധനം യൂസ് ചെയ്യുന്നതാരെ എനിക്ക് ഓർമ്മ വന്നു. പൂരക്കളി ആടി എന്ന് പറയുമ്പോൾ ഈ തവല് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലിസ്ണിങ്ങിനും അനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ സൗദിയിൽ ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഓഡിയോ കാസറ്റ്സ് ആണ് എൻ്റെ മ്യൂസിക്കിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയാം. അപ്പം വിദ്യാസാഗർ സാറ്, ഔസേപ്പച്ചൻ സാറ്, അല്ലെങ്കിൽ അവരുടെ ആ സമയത്തുള്ള എല്ലാ മലയാളം മ്യൂസിക് കമ്പോസേഴ്സിൻ്റെയും കാസറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഓരോ പാട്ടുകളുടെ ബാക്കിങ്ങിൽ എന്താണോ, അപ്പോൾ അതൊക്കെ നമുക്ക് ആഗ്രഹമായിരിക്കും നമ്മൾ കമ്പോസ് ചെയ്യുന്ന പാട്ടിൽ ഉപയോഗിക്കണം. ഇന്നൊക്കെയാണ് പിന്നെയും ടെക്നോളജി വന്നതുകൊണ്ട് ഇന്നൊക്കെ ഈ റെക്കോർഡിംഗ് ലൈവ് ഇൻസ്ട്രുമെന്റ്സ് എസ്പെഷ്യലി മലയാളത്തിൽ ഭയങ്കര മിനിമലാണ്, ടു ബി വെരി ഓണസ്റ്റ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള ജനറേഷൻ അത് എത്രത്തോളം ഈ ഇൻസ്ട്രുമെന്റ്സ് എത്രത്തോളം അവർക്ക് ഹൈ കൊടുക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ വളർന്ന സമയത്തൊക്കെ കേൾക്കുന്ന സാധനങ്ങൾ ഇപ്പം സ്ട്രിങ്സ് എടുക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തവില റെക്കോർഡ് ചെയ്യണം, സിത്താർ റെക്കോർഡ് ചെയ്യണം, വീണ റെക്കോർഡ് ചെയ്യണം, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അതായിരിക്കും. ഓക്കെ. പിന്നെ ചേട്ടൻ്റെ പാട്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്യുന്നതാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഇപ്പൊ ജാരാ മേരി ജാന, ആരാധ്യ, ലടുക്കി ലടുക്കി, എല്ലാത്തിനും ഒരു ഹുക്ക് പോയിന്റ് കൃത്യമായിട്ട് എല്ലാ പാട്ടിലും ഉണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് യുവർ കരിയർ. അപ്പോൾ ഇത് ലിറിസിസ്റ്റുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറുണ്ടോ, അതോ ഓൺ ദ വേയിൽ പാട്ടിനുള്ളിൽ അങ്ങനത്തെ ഹുക്ക് പോയിന്റ്സ് ആഡ് ചെയ്യപ്പെടുന്നതാണോ? ചില സോങ് ഇപ്പൊ ഞാൻ എല്ലാ സോങ്ങും അവകാശപ്പെടില്ല, കാരണം എൻ്റെ കുറച്ച് സെലക്റ്റീവ് സോങ്സ് ആണ് ഒരു പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോങ്സ്. ഒരുപാട് സോങ്ങിനെക്കാട്ടിയും ചില പർട്ടിക്കുലർ സോങ്സ് ആണ് ഒരു ക്ലാസിക് പോലെ കുറേ നാളായിട്ടും നിൽക്കുന്ന സോങ്സ്. ആ സോങ്സിൻ്റെ ഒരു കോമൺ ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ദർശനയില് ദർശനാന്റെ വാക്ക്, ആരാധ്യയില് ആരാധ്യന്റെ വാക്ക്, ഇപ്പം നാറോജ നുവയില് മണിരത്നം സാറിന്റെ വാക്ക്, ഫിലിമിന്റെ പേരുകൾ വെച്ചിട്ട് ചെയ്തു. ഇപ്പൊ വാ വാ കണ്ണമ്മ എന്ന് പറഞ്ഞ വൺസ് മോർ എന്ന ട്രാക്ക്. അപ്പം ഈ വാക്കുകളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. നമ്മൾ സോങ് ചെയ്യുമ്പോൾ ഈ വാക്ക് വേണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, ഡയറക്ടറായിട്ട് ലിറിസിസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു വാക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ദിസ് വിൽ ഗോ ബിയോണ്ട് ഓൾ ലാംഗ്വേജ് ബാരിയേഴ്സ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം സംവാട്ട് അതൊരു പ്ലാൻഡ് പരിപാടിയാണ്. അങ്ങനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വാക്ക്, അതിപ്പം ഏത് പാട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പോപ്പുലർ ആവുന്ന മിക്ക സോങ്ങിനും ഒരു ഹുക്കിംഗ് ഫാക്ടർ, ലിറിക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് എനിക്ക് നമ്മുടെ ഇവിടെയുള്ള മ്യൂസിക് കമ്പോസേഴ്സും ലിറിസിസ്റ്റും ദേ ആർ ഗ്രേറ്റ്. എത്രയോ പാട്ടുകൾ നമുക്കുണ്ട് ഇപ്പൊ എക്സാമ്പിൾ. അപ്പൊ അത് ലിറിക്ക് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ലിറിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയത്, പല ഭാഷകളിൽ ചേട്ടൻ ഒരേ മ്യൂസിക് തന്നെ പല ഭാഷകൾ പല ലാംഗ്വേജിലേക്ക് ലിറിക്ക് ഡീൽ ചെയ്യാറുണ്ട്. ആ സമയത്ത് മ്യൂസിക്കിന് വലിയ ചേഞ്ച് ഒന്നും നമ്മൾ കൊണ്ടുവരാറില്ല. ലിറിസിസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? ആൻഡ് ഈ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണമല്ലോ. ഇപ്പം ചില ഏരിയാസിൽ ചില വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചിലയിടത്ത് നല്ല വാക്കും ചിലയിടത്ത് മോശം വാക്കുമോ. അപ്പൊ ഇത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കുക. ചേട്ടൻ വായിച്ചിട്ടാണോ അങ്ങനെ നോളജ് ബിൽഡ് ചെയ്യുക, ലാംഗ്വേജ് നോളജ്, അതോ ആൾക്കാരോട് സംസാരിച്ചിട്ടാണോ? കമ്പോസിങ്ങിൽ ഏത് തരത്തിലുള്ള ലാംഗ്വേജ് നോളജാ ഇത് ചേട്ടൻ യൂസ് ചെയ്യുക ഈ ലിറിക്ക് വെച്ച് ഡീൽ ചെയ്യുമ്പോൾ? എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹായ്നാന ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ചലഞ്ചായിരുന്നു. കാരണം 10 പാട്ട് 5 വേർഷൻസ് ആണ്. അപ്പൊ 50 സോങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 10 പാട്ട് കമ്പോസ് ചെയ്താൽ മതി, പക്ഷെ മറ്റെല്ലാ ലാംഗ്വേജിലും നമ്മൾ റെക്കോർഡ് ചെയ്യിപ്പിക്കണം, ഈ ലിറിക്സ് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതൊരു ടാസ്ക്കാണ്. ഒരു 1.5 ഇയർ നീണ്ട ഒരു ജേർണി ആയിരുന്നു. ഇപ്പൊ അതില് അടിക എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, കാർത്തിക് പാടിയ സോങ്. അത് ഹ്യൂജ് ഹിറ്റായി ആ ട്രാക്ക്. അതേസമയം അതിന്റെ മലയാളം വേർഷൻ നജീം പാടി ഇതള എന്ന് പറഞ്ഞ സോങ്, അതും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ ട്യൂണാണ്, ബട്ട് ദ ലിറിക്സ് ഇസ് ഡിഫറെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ചില പാട്ടുകളിൽ ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള ട്യൂണിലാണ്. ട്യൂണിനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെയാണ് അത് കമ്പോസ് ചെയ്തത്. അപ്പം അത് ഞാൻ ഗിറ്റാറിസ്റ്റായിട്ട് ഇരുന്നിട്ടാണ് ആ ട്രാക്ക് കമ്പോസ് ചെയ്ത് വെച്ചത്. പിന്നെ ഐ ലീവ് ഇറ്റ് ടു ദ ലിറിസിസ്റ്റ്. നമ്മൾ ആ ലിറിസിസ്റ്റിനെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് അവരെ ഇൻഫോം നമ്മൾ ചെയ്യും, ഏറ്റവും സിംപ്ലിഫൈ ആക്കണം, വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ടായിരിക്കണം. ഇപ്പം ടു ബി വെരി ഓണസ്റ്റ്, അരുൺ ആലാട്ടാണ് എഴുതിയത്. പക്ഷെ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. ഇതളയെ നീ സ്നേഹത്തൂൽ. അപ്പം ഞാൻ അരുണിനോട് പറഞ്ഞു, അരുണെ ഇതൊരു
കുറേ വാക്കുകൾ ഉണ്ടോ ഈ ട്രാക്കിൽ, കുറച്ച് ബിസി ആയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ഇല്ലടാ ഇത് നല്ലതാണ്, പക്ഷെ ഐ ട്രസ്റ്റ് ഹിം. അങ്ങനെ അത് നജീം പാടി അത് പുറത്തു വന്ന സമയത്ത് അത് ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഒന്നത് തർജ്ജമ ചെയ്ത ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തൊരു സോങ് ആണല്ലോ. പക്ഷെ അത് ഒരുപാട് സ്വീകാര്യത വന്ന സമയത്ത് ഒത്തിരി സന്തോഷം തോന്നി. അത് മ്യൂസിക്കിന്റെ പവർ ആണത്, ആക്ച്വലി മ്യൂസിക്കും ലിറിക്സിന്റെയും പവർ ആണത്. ലിറിസിസ്റ്റിനെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട് ചേട്ടൻ ചൂസ് ചെയ്യാറുണ്ടോ, അതോ ബൈ പ്രൊഡക്ഷൻ ടീമാണോ അവരെ അലോട്ട് ചെയ്യുന്നത്? ഏത് രീതിക്കാണ് നമ്മൾ ലിറിസിസ്റ്റിനെ ചൂസ് ചെയ്യുക? എനിക്കിപ്പം ഇതേവരെ ഞാൻ അങ്ങനെ ഒരു സിംഗിൾ ഒരു പർട്ടിക്കുലർ ലിറിസിസ്റ്റായിട്ട് ഒരുപാട് വർക്ക് ചെയ്തൊരു ഹിസ്റ്ററി എനിക്കില്ല. ഞാൻ എല്ലാ ലിറിസിസ്റ്റുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഐ തിങ്ക് എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടം തിരുമേനിയുടെ കൂടെയാണ്. അത് ഞാൻ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് തിരുമേനിയുടെ ലിറിക്സ് കൊണ്ട് മാത്രവുമോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, തിരുമേനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ തിരുമേനിൻ്റെ അതിന് ഒരു 5 മിനിറ്റ് പുള്ളീൻ്റെ കൂടെ ഇരിക്കുന്നത് ആക്ച്വലി ചിലപ്പോൾ ഒരു 5 ദിവസം നമ്മളിരുന്ന് ഫിലിമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെയായിരുന്നു. കാരണം അത്രയും ഇൻഫർമേഷനാണ് തിരുമേനിക്കുള്ളത്. ഒരു സമയത്ത് ഹിസൈനസ് അബ്ദുള്ള വർക്ക് ചെയ്യുന്ന സമയം, ഭരതം വർക്ക് ചെയ്യുന്ന ഈ മൾട്ടിപ്പിൾ സിനിമകൾ ഒരേ സമയം എങ്ങനെയാണ് തിരുമേനി ലിറിക്സ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് അവർ കമ്പോസ് ചെയ്തത്, അപ്പോൾ അതൊക്കെ ഒരു ഹ്യൂജ്, നമുക്ക് എവിടെയും കിട്ടില്ല ആ നോളജ്. അപ്പം ആ ഒരു ഇഷ്ടവും കൂടെ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, നമുക്ക് തിരുമേനീനെ നോക്കണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും തിരുമേനി. പിന്നെ തിരുമേനി കാലിക്കറ്റിലാണ്, നമ്മളങ്ങോട്ട് പോയി തന്നെ ഇരിക്കണം, തിരുമേനീൻ്റെ കൂടെ ഇരുന്ന് എഴുതണം. പുള്ളി അപ്പം ഓൺ സ്പോട്ട് ഇരുന്ന് എഴുതി തരുന്നതാണ്. ഇപ്പം ഈ പൊട്ടുതൊട്ട് പൗർണമിയൊക്കെ ഒരു 1-2 hours എഴുതി തരുന്ന സോങ്ങാണ് തിരുമേനി. അതുപോലെ മനസ്സേ ഇപ്പം ഇറങ്ങുന്ന പാട്ടുകൾ പോലും ഒരു അത്ഭുതം തന്നെയാണ് തിരുമേനി എഴുതുന്നത്. സോ അങ്ങനെ തിരുമേനിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഏറ്റവും ബ്രേക്ക് തന്ന ഹൃദയത്തിലേക്ക് വരാം. എല്ലാ പാട്ടും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും എനിക്ക് ഡിസ്കസ് ചെയ്യണം തോന്നുന്ന ചില പാട്ടുകൾ ഞാൻ മെൻഷൻ ചെയ്തു പോകാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്ക് ബസ്കർജിയാണ്. സിനിമയെ കുറിച്ച് 2 അഭിപ്രായം നമുക്ക് കട്ട് ചെയ്യട്ടോ. അങ്ങനെയുള്ളവര് പോലും പാട്ടിൽ വേറൊന്നും പറയാനില്ലാത്ത വിധം ആ സിനിമ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ചില പാട്ടുകൾ വന്ന് സിനിമയെ ഫുള്ളായിട്ട് രക്ഷിക്കാന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയായിരുന്നു ചേട്ടൻ്റെ മ്യൂസിക് ആ സിനിമയിൽ. അപ്പൊ ഈ ബസ്കർജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാക്ക്. അപ്പോൾ ഈ സൂഫി സംഗീതത്തിനെയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കായിട്ടുള്ള ചേട്ടനുള്ള റിലേഷൻഷിപ്പ് വളരെ കുറഞ്ഞ സോങ്ങുകളിൽ മാത്രമേ ഉള്ളൂ എങ്കിലും അത് വളരെ എവിഡൻറ്റും വളരെ റൂട്ടഡും ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബസ്കർജിയുടെ കമ്പോസിഷൻ എങ്ങനെയാണ് നടന്നതെന്നൊന്ന് പറഞ്ഞാവോ? ബസ്കർജി സോങ് ആക്ച്വലി ഈ ഹൃദയം സിനിമ വിനീതേട്ടൻ എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ കദംബഡ്ഹ എന്ന് പറഞ്ഞൊരു സൂഫി ആൽബം ചെയ്തിട്ടുണ്ട്. കദംബഡ്ഹ എന്ന് പറഞ്ഞൊരു സൂഫി ആൽബം. ഈ കദംബഡ്ഹയിലെ പാട്ടുകൾ ബുള്ളേ ഷാൻ്റെ പോയമായിരുന്നു. ബുള്ളേ ഷാൻ്റെ പോയം അമീർ ഖുസ്രോൻ്റെ പോയംസ് ബേസ് ചെയ്തിട്ടാണ് ആ കദംബഡ്ഹ എന്ന് പറഞ്ഞ ആൽബം ചെയ്തത്. ആ ആൽബം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വിനീതേട്ടൻ പറഞ്ഞ ശേഷം നമുക്കൊരു സോങ് ബുള്ളേ ഷാൻ്റെ ഏതെങ്കിലും ഒരു ലിറിക്ക് എടുത്തിട്ട് നമുക്കൊരു സാധനം കമ്പോസ് ചെയ്താലോ. പക്ഷെ അത് എവിടെ പ്ലേസ് ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മൾ കോയിൻസിഡൻ്റ്ലി ബുള്ളേ ഷാൻ്റെ ബസ്കർജി എന്ന് പറഞ്ഞ ഒരു പോയമാണ്, സൂഫി പോയമാണ്. അതെടുത്തിട്ട് നമ്മളൊരു ദിവസം കമ്പോസ് ചെയ്തു. പിന്നെയാണ് വിനീതേട്ടൻ ഇത് ഫിലിമിൽ പ്ലേസ് ചെയ്യുന്നത്. അതായത് ഇന്ന സിംഗർ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ്, ദർശനയും പ്രണവിൻ്റെയും ജേർണി കാണിക്കുന്ന സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഏരിയയിലാണ് വിനീതേട്ടൻ പാട്ട് പ്ലേസ് ചെയ്തത്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് മാജിക്കൽ. അപ്പം എനിക്ക് തോന്നുന്നു മ്യൂസിക്കും ഈ സിനിമയും സ്റ്റോറിയും എല്ലാം ഭയങ്കര ഇന്റർടൈൻഡ് ആയിട്ടാണ് ഹൃദയത്തിലുള്ളത്. അതൊരു വല്ലാത്തൊരു റിലേഷൻഷിപ്പാണ്. അത് വിനീതേട്ടൻ്റെ ഒരു മാജിക് തന്നെയാണ് ആ സിനിമ. ഈ പൊട്ടുതൊട്ട പൗർണമിയുടെ മ്യൂസിക് ക്രെഡിറ്റ്സ് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഇപ്പൊ സാക്സോഫോൺ, ഇപ്പൊ ഹാരിസ് ജയരാജ് ഉള്ളതുകൊണ്ട് സാക്സോഫോൺ എന്ന് പറഞ്ഞ ചെറിയ ഇവരുണ്ട് തോന്നുന്നു. ബട്ട് സുർണ അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസിയേഷൻ? സുർണ, സാക്സോഫോൺ, പംകിൻ ഡ്രം ഇതെല്ലാം അതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ക്രെഡിറ്റ്സിൽ കണ്ടു. അപ്പൊ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുമ്പോഴേ അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ? എങ്ങനെയാ ഡിസൈഡ് ചെയ്യുക ഇന്ന ഇൻസ്ട്രുമെന്റ്സ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം, ഇന്ന ഇമോഷൻ ഈ ഇൻസ്ട്രുമെന്റിൽ വർക്കാവും? ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കുക? ഇപ്പം ഞാൻ പറയില്ലാണ്, ഇപ്പം എൻ്റെ ടീച്ചർ സാമി യൂസഫാണ്. അപ്പം സാമി യൂസഫ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ്
മ്യൂസീഷ്യനാണ്. അപ്പോൾ പുള്ളി കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റേൺ മ്യൂസിക്, അറബ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിൽ പുള്ളി ഒരു മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റാണ്. പുള്ളി ഒരേ സമയത്ത് പിയാനോ വായിക്കും, വയലിൻ വായിക്കും, പെർക്കഷൻസ് വായിക്കും. അപ്പം പുള്ളീൻ്റെ ട്യൂട്ടർഷിപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ടർക്കിഷ് ഇൻസ്ട്രുമെന്റ്സ്, മിഡിൽ ഈസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ ആണ് ഞാൻ ഹൃദയത്തിലെ മിക്ക സോങ്ങിലും ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു സോങ് പൊട്ടുതൊട്ട് പൗർണമിയായിരുന്നു. അപ്പോൾ നമ്മൾ തുർക്കി പോയി, ഞാനും വിനീതേട്ടനും തുർക്കി പോയിട്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പല സോങ്ങിനും. ദർശന, മനസ്സേ മനസ്സേ, കുറച്ച് സോങ്ങുകൾക്ക് നമ്മൾ കുറേ ഇൻസ്ട്രുമെന്റ്സ് എടുത്തു. ഇപ്പം മുകിലിന്റെ മറവുകളിൽ എന്ന് പറയുന്ന സോങ് ഉണ്ട്, ചിത്ര ചേച്ചി പാടി. അപ്പൊ അതിൽ നമ്മൾ താർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പൊട്ടുതൊട്ട പൗർണമിയിൽ നമുക്ക് പെർക്കഷൻ ഇല്ലായിരുന്നു, ഡ്രംസ് ഇല്ലായിരുന്നു. അപ്പം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എഞ്ചിനീയർ ഉണ്ട്, പുള്ളി തന്നെയാണ് ഈ പംകിൻ ഡ്രംസ് വായിച്ചിട്ടുള്ളത്. ഉമർ അവച്ചി എന്നാണ് പുള്ളിന്റെ പേര്. അപ്പോൾ ഉമറിനോട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു നമുക്ക് എന്താ ഇവിടെ ചെയ്യാൻ പറ്റും. പുള്ളി പറഞ്ഞു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി സ്റ്റുഡിയോന്റെ പുറത്ത് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് പുള്ളി വരുന്ന ഒരു വലിയൊരു ഈ പംകിൻ ഡ്രമ്മായിട്ട് പുള്ളി അത് എടുത്തോണ്ടും വരിക. അപ്പം എടുത്തിട്ട് പുള്ളി വെച്ച്, എന്നിട്ട് പുള്ളി അത് ഒന്ന് അടിച്ചപ്പോൾ നമുക്ക് തന്നെ റിവർബറേറ്റ് ആയി. ആ റൂമിൻ്റെ ഉള്ളിൽ പുള്ളി ഷിവർ ആവാൻ തുടങ്ങി. ആ സാധനം പുള്ളി റെക്കോർഡ് ചെയ്തത് പുള്ളി വെച്ച മൈക്ക് അപ്പുറത്തെ റൂമിൽ കൊണ്ട് മൈക്ക് വെച്ചു. കാരണം അത്രയും ഇന്റൻസിറ്റിയാണ് ഈ ഇൻസ്ട്രുമെന്റിന്. അങ്ങനെയാണ് പംകിൻ ഡ്രം. എഴുത്തിൽ ഭയങ്കര ചെറുതാണെങ്കിലും കാണാൻ ഭയങ്കര ഹ്യൂജാണ്. പക്ഷെ ഐ തിങ്ക് ദ ഡിസിഷൻ ഇറ്റ് കംസ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ വർക്ക് ചെയ്യുന്തോറും യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്ത് ഇൻസ്ട്രുമെന്റ് വേണം. ഞാൻ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറയുന്നത്, ലൈവ് ഇൻസ്ട്രുമെന്റ്സിൽ എന്ത് വേണം, എന്താ വേണ്ടാത്തത്, അത് ഐ തിങ്ക് ഇറ്റ് കംസ് ഔട്ട് ഓഫ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം. അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ്സ് അത് ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പ്ലെയേഴ്സ് ഉണ്ട്, അവരായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിവിടെ വേണോ വേണ്ടയോ. നല്ല ആർട്ടിസ്റ്റുകൾ എപ്പോഴും അവരുടെ ഇൻസ്ട്രുമെന്റ് ഒരു സ്ഥലത്ത് വേണ്ടെങ്കിൽ അവരത് തുറന്നു പറയും. അവർ പറയും ഹിഷാം ഇവിടെ ഈ ഇൻസ്ട്രുമെന്റ് വേണ്ട, അത് അവർ വായിച്ചത് കൊണ്ടാണെങ്കിലും അവരത് വേണ്ടെന്ന് പറയും. ആൻഡ് ഐ തിങ്ക് അങ്ങനെയുള്ള മ്യൂസീഷ്യൻസിനോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും പഠിക്കാൻ പറ്റും. എനിക്ക് ജാന മേരി ജാന ആ പാട്ടുള്ള ക്യാപ്ചിനോയിൽ തന്നെ ജയചന്ദ്രൻ സാറ് പാടിയ വേറൊരു പാട്ടുകൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് തബല യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സെയിം തിങ് എനിക്ക് ഫീൽ ചെയ്തത് ഹൃദയത്തിന്റെ തീം മ്യൂസിക്കിനകത്തും തുടക്കത്തില് ഫുള്ള് ഒരു ഈസ്റ്റേൺ വൈബിലേക്ക്, പിന്നെ കാസറ്റിൽ ഫുൾ എഴുതി കാണിക്കുന്നുണ്ടല്ലോ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഒരു നോളജ് ഗെയിനിങ് പ്രോസസ് ആയിരുന്നു. ദുദുക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ ഈസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നിടത്തേക്ക് തന്നെ ഒരു സോളോ വയലിൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തബല പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ എൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിംഗ് സെഷൻ നടക്കുന്നത് എല്ലാവരെയും ഒന്നിച്ച് ലൈവായിട്ട് പ്ലേസ് ചെയ്തിട്ടാണോ, പല സ്ഥലങ്ങളിലും ചെയ്യുവാണോ? ഇപ്പോൾ ഈ തീം മ്യൂസിക് ആയാലും തബലയുടെ പ്ലേസ്മെന്റ് ആയാലും ഒക്കെ എങ്ങനെയാണ് റെക്കോർഡിംഗ് സെഷൻ നടക്കുന്നത് ഇത്രയും ലാർജ് ബങ്ക് ഓഫ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ? ആ സോങ് ഹൃദയം തീം ആക്ച്വലി നമ്മൾ ഏറ്റവും ലാസ്റ്റ് വർക്കൗട്ട് ചെയ്ത ട്രാക്കാണ്. ആ ട്രാക്ക് കാരണം ബാക്കി എല്ലാ സോങ്ങിൻ്റെയും എല്ലാം തീർന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഹൃദയം തീം ചെയ്യുന്നത്. ആ സമയത്ത് വിനീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിഷാം നമുക്ക് ഒരു ലൈവ് കോൺസേർട്ടിൽ ഹിഷാം പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യാനീൻ്റെ കോൺസേർട്ട് അല്ലെങ്കിൽ ഒരു ഹാൻസിമൻ്റെ കോൺസേർട്ടിലൊക്കെ അവരുടെ പാട്ടുകൾ അവർ ഒന്ന് പെർഫോം ചെയ്യുമല്ലോ, അപ്പം എങ്ങനെ ഇൻസ്ട്രുമെന്റ് പ്ലെയേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞാൻ തുടക്കം ഈ ദുദുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ബേസിക്കലി ആ പ്ലെയറിനെ മനസ്സിൽ കാണുകയായിരുന്നു. ആ പ്ലെയർ നമ്മളിപ്പോൾ സ്റ്റേജിൽ ആ പ്ലെയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ പെർഫോം ചെയ്യുക. ആൻഡ് ദെൻ സ്ലോലി വി സ്റ്റാർട്ട് വിത്ത് സ്ട്രിങ്സ്. അത് വെച്ച് തുടങ്ങും, ലാസ്റ്റ് ഒരു സോളോ വയലിൻ വരും, പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുക. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഫുൾ കോൺസേർട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ആ ട്രാക്ക് ഡിസൈഡ് ചെയ്തത്. അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഹിന്ദുസ്ഥാനി പോലെ കുറച്ച് തബല കൊണ്ടുവരാന്ന് ഓർത്തത്. എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് തബല കൊണ്ടുവന്നത്. ബട്ട് വിനീതേട്ടൻ അത് ഡയറക്ടർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് ചില നേരത്ത് അങ്ങനെയാണ് ഈ നമ്മൾ ഫിലിമിന് വേണ്ടി മ്യൂസിക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരാളെയും കൂടെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നമ്മളെ ഹാപ്പി ആക്കിയാൽ മതി, നമ്മുടെ സന്തോഷം നോക്കിയാൽ മതി. പക്ഷെ സിനിമയിൽ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് കൊണ്ട് വേറൊരു ടെക്നീഷ്യൻ
ഭയങ്കരമായി ഹാപ്പി ആവുന്നതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഹൈ ആണ് എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മ്യൂസിക് കമ്പോസറിന് കിട്ടേണ്ട ഏറ്റവും വലിയ ഹൈ. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഹൃദയം സ്റ്റിൽ സ്റ്റേസ് ഇൻടാക്ട്. കാരണം അത് എൻ്റെയും വിനീതേട്ടൻ്റെയും നമ്മൾ ഏറ്റവും ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു പരിപാടിയായിരിക്കും ഒരു പക്ഷേ അത്രയും നല്ലൊരു ഔട്ട്പുട്ട് വന്നത് ഹൃദയത്തിൽ. ഈ മനസ്സെന്നുള്ള ലിറിക്സ് 2 രീതിയിൽ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. വേരിയസ് ടെമ്പോയിൽ ആൻഡ് വേരിയസ് ഇതിൽ യൂസ് ചെയ്തത് ഞാൻ കേട്ടു. അപ്പോൾ ഒരേ ലിറിക്സ് തന്നെ ഇങ്ങനെ 2 രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതെനിക്ക് തോന്നുന്നു ഫോർ ദ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കോളേജിന്റെ സീക്രട്ട് ആലി ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കോറസ് ആയിട്ട് ആൾക്കാർ മനസ്സേ പാടുന്നുണ്ട്. എന്നാൽ അരുൺ നീലകണ്ഠൻ എന്ന് പറഞ്ഞ പ്രണവിന്റെ ക്യാരക്ടർ ഒറ്റയ്ക്കുള്ള സമയത്തും ഈ ട്രാക്ക് വരുന്നുണ്ട്. അപ്പം ഒരു പക്ഷെ അത് ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് ആണ്. അത് തിരുമേനി എഴുതിയ ലിറിക്സിന്റെ യൂണിവേഴ്സാലിറ്റി ആയിരിക്കും. കാരണം ആ ലിറിക്ക് 2 സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം മനസ്സേ നീ ഒന്ന് കേൾക്കൂ എന്ന് പറയുമ്പം അതിലൊരു സോളിറ്റ്യൂഡ്നെസ്സും ഉണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടുമ്പോഴും എല്ലാവർക്കും മനസ്സിലാകും നമ്മളെല്ലാവരും മനസ്സേ നീ ഒന്ന് കേൾക്കൂ എന്ന് പറയുകയാണെന്നുള്ള ഒരു ഗ്രൂപ്പ് കോളും ഉണ്ട് അതിൽ. അപ്പം ഒരുപക്ഷെ അതായിരിക്കും വർക്കായത്. അതാ ലിറിക്സിന്റെ ഒരു ബ്യൂട്ടി ആണത്. ഈ ഭാഷയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണോ? ഇപ്പം കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അതെ. അതുകൊണ്ട് ബുക്സ് എനിക്ക് പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബുക്സ് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചതൊന്നൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും നല്ലോണം ബുക്സ് വായിക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ഭാഷയും മലയാള ഭാഷയും ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം മലയാളത്തിൽ തന്നെയാണ് വായിക്കുക. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. ബുക്സ് ആണെങ്കിലും മലയാളം ബുക്സ് ഒക്കെ ആണെങ്കിലും വായിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട റൈറ്ററിനെ ആരെങ്കിലും മെൻഷൻ ചെയ്യാറുണ്ടോ? അത് ഏത് റൈറ്റർ ആണെങ്കിലും മതിയോ? ആരായാലും എനിക്ക് ഡെഫിനറ്റ്ലി ജെ.കെ. റൗളിംഗ്. ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹ്യൂജ് ഹാരി പോട്ടർ ഫാനാണ്. പിന്നെ എനിക്ക് സ്റ്റീഫൻ കിങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ റീസെന്റ് വായിച്ചൊരു ബുക്കുണ്ട്, ഗോസ്റ്റ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു. അത് ഒരു 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 മരിച്ചുപോയ ഒരു പിയാനിസ്റ്റിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നും ഒരു പെൺകുട്ടി ഒരു വലിയ പിയാനിസ്റ്റ് ആവുന്ന ഒരു കഥയാണ്. അത് എഴുതിയിരിക്കുന്ന അന്യു എന്ന് പറഞ്ഞൊരു റൈറ്ററാണ്. ഷീസ് ഫ്രം ജപ്പാൻ. അങ്ങനെ ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഐ കോൺടാക്റ്റഡ് ഹെർ ആൻഡ് ഷീ വാസ് കൈൻഡ് ഇനഫ് ടു റിപ്ലൈ ടു മീ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു മ്യൂസിക് കമ്പോസറാണ്, യുവർ ബുക്ക് ഇൻസ്പയർഡ് മീ എ ലോട്ട്. അങ്ങനെ പുള്ളിക്കാരിന്റെ നെക്സ്റ്റ് ബുക്ക് പുള്ളിക്കാരി സൈഡോട് കൂടി ഷീ സെൻഡ് ഇറ്റ് ടു മീ. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നമുക്ക് മ്യൂസിക് ചെയ്യുന്നതിൽ നിന്നും ഇപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. ഐ തിങ്ക് ബുക്സ് പ്ലേ എ ഹ്യൂജ് റോൾ. ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് മധുരത്തിലെ ഈ പാട്ട്. കാരണം ഈ സോങ് അഹമ്മദ് എന്നോട് പറഞ്ഞ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അഹമ്മദ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇതൊക്കെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള പാട്ടാണ്, നമുക്കപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഓരോ സൗണ്ട് എഫക്ട്സ് വെച്ച് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഫസ്റ്റ് ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു, ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഞാൻ ഒരു താളം ചെയ്തിട്ട് ആ താളത്തിലേക്ക് കുറച്ച് സൗണ്ട് എഫക്ട്സ് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പുറത്താണ് ക്രിയേറ്റ് ചെയ്തത്.